Today we publish a white paper on immigration, a strategy absolutely central to my plan for change that will finally take back control of our borders. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രൈം മിനിസ്റ്റർ വൈറ്റ് പേപ്പറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ 10-year വർക്ക് ഫോഴ്സ് പ്ലാനിനെ കുറിച്ചിട്ടും സംസാരിക്കുന്നതാണ്. അപ്പോൾ ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ റേഡിയോഗ്രാഫർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളിപ്പോൾ UK വർക്കിന് വേണ്ടി ട്രൈ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 സംഭവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗ്രാബ് എ ചായ ആൻഡ് മേക്ക് സെൻസ് ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്പീച്ച് കേട്ടതാണ്. അതൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് UK ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. അതായത് 2023 നെറ്റ് മൈഗ്രേഷൻ റെക്കോർഡ് ഹൈ ആയി എന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ UK കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ 2023 കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈഗ്രേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരുത്തണം, അത് സസ്റ്റൈനബിൾ അല്ല എന്നാണ് UK ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജൂലൈ 22 മുതൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു മുന്നേ, അത് മാറ്റം വരുത്തുകയാണ്. പുതിയൊരു ലിസ്റ്റ് ജൂലൈ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ആ ഒരു അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റിൽ 111ഓളം ജോബ്സ് എടുത്ത് കളയുകയാണ്. അത് ഏതാ ജോബ്സ് ഒക്കെ എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ 2035 കൂടി പുതിയൊരു 10-year പ്ലാൻ കൊണ്ടുവന്നിട്ട് അതിലൊരുപാട് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ഗുഡ് ന്യൂസ് ഫസ്റ്റ് എന്തായിരിക്കുന്നല്ലേ? റേഡിയോഗ്രാഫേഴ്സ് ഇപ്പോൾ കറൻ്റ്ലി RQF ലെവൽ 6 BSc കഴിഞ്ഞിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ് വരുന്നവരായതുകൊണ്ട് തന്നെ RQF ലെവൽ 6 സോ RQF ലെവൽ 6 തന്നെ നമ്മളിപ്പോഴും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലാണ് ഉള്ളത് കറൻ്റ്ലി. സോ റേഡിയോഗ്രാഫേഴ്സ് ആർക്കും ഇപ്പോൾ UK ട്രൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, UK ജോബ്സിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നിയമം കൊണ്ട് അവർക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മളെ ബാധിക്കുന്നില്ല. എല്ലാ പ്രൊഫഷണൽസിലും പഴയതുപോലെ തന്നെ റേഡിയോഗ്രാഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ റേഡിയോഗ്രാഫർ എന്ന് പറയുന്ന ഒരു ജോബ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ കറൻ്റ്ലി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ജോബ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതിൽ കുറച്ച് ക്യാച്ച് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന മിനിമം സാലറി എന്ന് പറയുന്നത് 39,000 പൗണ്ട്സ് സംതിങ് ആയിരുന്നു. അത് മാറ്റി ഇപ്പം 41,700 പൗണ്ട്സ് മിനിമം സാലറി ത്രെഷോൾഡ് ഉള്ള ഒരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ആസ് എ എംപ്ലോയർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇപ്പം നമ്മളൊരു നാട്ടിൽ നിന്ന് ഒരു സ്റ്റാഫിനെ നമ്മളിങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ തന്നെ അവരൊരുപാട് ട്രെയിനിങ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം ഗവൺമെൻറ്റിനെ, ബാക്ക് ടു ബാക്ക് കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ ഒരു ട്രാക്കും പ്രൊഫൈലൊക്കെ വെക്കണം. അതായത് ഇത്രയും കാലം എളുപ്പത്തിൽ നടന്നൊരു കാര്യങ്ങൾ ഇനി മുതൽ കുറച്ചും കൂടി കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ ആസ് എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്കൊരു 5 സ്റ്റാഫിനെ പുറത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് അതൊരു കഷ്ടപ്പെടണോ, അല്ല നാട്ടിൽ നിന്ന് വിത്തിൻ UK എന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ എടുത്തിട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകണമെന്നുള്ളൊരു കാര്യം ഏത് മാനേജറും ചിന്തിക്കും. സോ അതാണ് ഇത് പറഞ്ഞത്. ഇത് നമുക്ക് ചെറിയ രീതിയിലൊരു വള്ളിയാണ്, പക്ഷെ എന്നാലും അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ UK ഡിപ്പെൻഡ് അല്ലെങ്കിൽ നമ്മൾ സ്പൗസിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂലൈ 22 മുതൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പ്രകാരം ഇനി അങ്ങോട്ട് നമുക്ക് സ്പൗസിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡിനെ UK കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു മിനിമം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ജൂലൈ 22 മുതൽ. അപ്പോൾ റീസെൻ്റ്ലി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അപ്ഡേറ്റ് പ്രകാരം HCPC രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എല്ലാ റേഡിയോഗ്രാഫേഴ്സിനും ഹൂവർ ഈസ് രജിസ്റ്ററിങ് അവർക്ക് എല്ലാവർക്കും IELTS നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. സോ കമ്പാരിറ്റീവ്ലി ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് നോക്കുകയാണ്, ഇപ്പം ആരാ വരുന്നത് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ജൂലൈ 22 മുതൽ പോവുകയാണ്. അപ്പോൾ പിന്നെ വേറെ ബാഡ് ന്യൂസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് റേഡിയോഗ്രാഫേഴ്സിനും ബാക്കിയുള്ളവർക്കല്ല, സോഷ്യൽ കെയർ വർക്കേഴ്സിനാണ്. അത് നിങ്ങൾ പല വീഡിയോ ഒന്നും കേട്ടിട്ടുണ്ടാകും. സോഷ്യൽ കെയർ വർക്കേഴ്സിൻ്റെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നൊരു റൂട്ട് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിരിക്കുകയായിരുന്നു. അത് RQF ലെവൽ 3 അതുകൊണ്ട് തന്നെ അത് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു RQF ലെവലിലായിരിക്കും മിക്ക ജോബ് ഓപ്പണിങ്സും അല്ലെങ്കിൽ അങ്ങനെ ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഈ RQF എന്തെന്നാന്ന് നോക്കിക്കഴിഞ്ഞാൽ RQF എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്ററി ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്കാണ്. അത് UK ഗവൺമെൻറ് നമ്മൾ ഈ പഠിച്ച കോഴ്സുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വരുന്ന ജോബ്സ് ഒക്കെ കാറ്റഗറി ചെയ്തിരിക്കുന്ന ഒരു സ്കെയിൽ സിസ്റ്റമാണ്. അപ്പോൾ BSc റേഡിയോഗ്രാഫി അല്ലെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ് ഒക്കെ BSc കഴിഞ്ഞവരാണ്. അപ്പോൾ RQF ലെവൽ 6 വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ MSc കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ RQF ലെവൽ 7 ബാൻഡിങ്ങിലായിരിക്കും വരിക ഈ ഒരു RQF ലെവൽ സിസ്റ്റം വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ RQF ലെവൽ 8 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ PhD ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ RKF ലെവൽ 8 ജോബ് സെക്ഷനിലായിരിക്കും വരിക. യെസ്, ഇതാണ് ഈ ഒരു RKF ലെവലിംഗ്. അപ്പോൾ നമ്മൾ കറന്റ് റേഡിയോഗ്രാഫേഴ്സ് BSc ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ RKF ലെവൽ 6, അത് കറന്റ് ഇപ്പോഴും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ചേഞ്ച് കാര്യമായിട്ട് 22 മുതൽ ഒന്നും ബാധിക്കുന്നില്ല. അത് മെയിൻലി സോഷ്യൽ കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഇതിന് മുന്നേ RKF ലെവൽ 3 ഉണ്ടായിരുന്ന കുറേ ജോബ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മുന്നേ പറഞ്ഞല്ലോ 111 ജോബ് ഈ ജൂലൈ 22 എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ജൂലൈ 22 പ്രാബല്യത്തിൽ വരുന്ന വൈറ്റ് പേപ്പറിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം വൈറ്റ് പേപ്പറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് ഒരുപാട് 100 സംതിങ് പേജസ് ഉള്ള ഒരു പേപ്പർ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഉള്ളതായിരിക്കും. പിന്നെ നമുക്കിനി മെയിനായിട്ട് പറയാനുള്ളത് 10-year പ്ലാൻ ആണ്. 10-year വർക്ക് ഫോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്ലാൻ NHS കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് മെയിൻലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ UK ഒരുപാട് ഹോസ്പിറ്റൽസ് വരുമെന്നാണ്, ഹോസ്പിറ്റലല്ല കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഇനി ഒരുപാട് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി ഒരുപാട് GPs. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ലൈക്ക് സപ്പോസ് ഞാനിപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്ററാണ്. മാഞ്ചസ്റ്റർ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ 2 GP മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അത് ആ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്പേഴ്സ് കൂട്ടാൻ പോവുകയാണെന്നാണ് പറയുന്നത് നെക്സ്റ്റ് 10 ഇയേഴ്സിനുള്ളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാഫിംഗ് ലെവലും എല്ലാ കാര്യങ്ങളും ഇനിയും കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വാർത്ത ആദ്യം കേട്ട സമയത്ത് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വീണ്ടും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുമല്ലോ. കാരണം ചെറിയൊരു ലെവലിലായിരിക്കില്ല ഈ ഒരു നമ്പേഴ്സൊക്കെ വരിക. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് UK. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും ഇതുപോലെ GPയും ബാക്കിയുള്ള സെറ്റപ്പൊക്കെ വരുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫാർമസി വരും, അതിന് തൊട്ടടുത്ത് തന്നെ ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാ എന്താ പറയുക, സാധാരണ ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിനെ ആശ്രയിച്ചിരിക്കുന്ന ബാക്കി കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടുത്ത് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓപ്പണിങ്ങും UK വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇത് ഈ ഒരു പ്ലാനിൻ്റെ വാർത്ത അറിഞ്ഞ സമയത്ത് ചിന്തിച്ചു, അപ്പോൾ ഇനിയും വീണ്ടും ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടാവുമല്ലോ, ലൈക്ക് എന്താ പറയുക, ഓവർസീസ് സ്റ്റാഫിന് ഇനിയും അപ്ലൈ ഇങ്ങോട്ട് വരാമല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു ഓപ്പണിങ്സ് ഒക്കെ മാക്സിമം UK ആപ്ലിക്കൻസിനെ വെച്ചിട്ട് തന്നെ മാക്സിമം ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന NHS സ്റ്റാഫിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസും മറ്റേതൊക്കെ കൊടുത്തിട്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കും എന്നാണൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കറൻ്റ്ലി. അത് പക്ഷേ ഈ ഒരു ഇത്രയൊക്കെ എന്താ പറയുക കോഴ്സസ് കൊടുത്ത് അപ്ലൈ ചെയ്താലും നമുക്ക് ഇത്രയും ഒരു സ്റ്റാഫിംഗ് ലെവലിനെ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിലുള്ള ഒരു വർക്ക് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു ലെവലിലുള്ള ഒരു ഇമിഗ്രേഷൻ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് UK ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞത്. 2023 ഹയസ്റ്റ് ഇമിഗ്രേഷനാണ് നടന്നേക്കുന്നത് ഇവിടെ ടോട്ടലി. അപ്പോൾ അത്രയും എന്താ പറയുക പോപ്പുലേഷൻ ഡെൻസിറ്റി UK കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർ ബിൽഡ് ചെയ്തെടുക്കുമ്പം അതിനനുസരിച്ചുള്ള സ്റ്റാഫിംഗ് ലെവലും അവർക്ക് വേണം. അപ്പം ഒബ്വിയസ്ലി പുറത്തുനിന്നുള്ള സ്റ്റാഫിന് വേണ്ടി വരും ഇനിയും. പക്ഷേ അത് ഓരോ ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റൊക്കെ തീരുമാനിക്കാൻ ഇനിയും ഒരുപാട് മേ ബി 1 or 2 years എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിപ്പോൾ കറൻ്റ്ലി ഉള്ള അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അവരുടെ കറൻ്റ്ലി ഉള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റാഫിംഗ് ലെവലും അതുപോലെ തന്നെ അവരുടെ ഭാവിയിലെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് I will say never lose your hope. ഇപ്പോൾ നിങ്ങളിപ്പോൾ UK ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഹോപ്പ് കൈവിടേണ്ട, വീണ്ടും ട്രൈ ചെയ്യാനാക്കുക. ആൻഡ് യു ആർ ജസ്റ്റ് 1 person trying to UK from all over the world, I would say. So റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെയും ട്രൈ ചെയ്യാനാക്കുക. ഒബ്വിയസ്ലി ഒരിക്കലും ഈ ജോബ്സും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വീണ്ടും ആവശ്യമുണ്ടാകും. പക്ഷേ അതിനൊക്കെ ഒരു ഗ്യാപ്പ് എപ്പോഴും വരും. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടുത്ത സ്റ്റാഫിനെ എപ്പോഴും എടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഫണ്ടിങ് എങ്ങനെയാണ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തെടുക്കും ഓപ്പണിങ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്സ് വരുന്ന ഒരു ടൈം വരെയുള്ള ഒരു ഗ്യാപ്പ് എല്ലാ സമയത്തും ഉണ്ടാകും. ചിലപ്പോൾ ഒരു 1 year അല്ലെങ്കിൽ 2 year ചിലപ്പം ഓപ്പണിങ്സ് ഉണ്ടാവില്ല, പക്ഷേ വീണ്ടും അത് ഓപ്പൺ ആവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 10-year പ്ലാനിലും പറയാനുള്ളത്. വേറെ കാര്യമായിട്ടൊന്നും ഈ ഒരു ടോപ്പിക്കിൽ പറയാണ്ടെന്ന് തോന്നുന്നില്ല. ഓൾറെഡി നിങ്ങൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ പല സ്ഥലത്തുനിന്ന് കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും. ആസ് ഓഫ് റേഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇത്രയും പോലെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊക്കെ. So that's me, Sujesh, the Malur Radiographer, signing off. So we'll see you with a new video. Until then, bye-bye. Peace out.